അലൻസിയറുടെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. കാരണം വെച്ചാൽ നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ? നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, തുറന്ന പുസ്തകം പോലെ പറയാണ്, എനിക്ക് ₹1 ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിൽ ഇരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇത് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേരളമെന്നോ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷം കെട്ടി ചേംബറിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു. അദ്ദേഹം ഒരു സ്റ്റൈലിഷ് ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവുമില്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും ശരണിൻ്റെ കൂടെയും രാജീവ് രവിയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് നല്ല വാർത്ത. എന്താ അപ്പനിൽ മോശമാണോ? ഇത് ചതുരത്തിൽ മോശമാണോ? നിങ്ങൾ നാരായണന്റെ മക്കളെ കണ്ടു നോക്കൂ. നാളെ നിങ്ങൾ ഈ തമിഴിൽ എന്റെ വേഷമില്ലാതൊക്കെ കളയരുത് കേട്ടോ.